മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കണ്ണൂർ ജില്ലയിലെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലേക്ക് ജലസേചനം നടത്തുന്നതിനായി പഴശ്ശി കനാൽ വഴി വെള്ളം തുറന്നുവിട്ടു. തിങ്കളാഴ്ച രാവിലെ പഴശ്ശി ഡാമിലെ കനാലിന്റെ ഷട്ടറുകൾ തുറന്നാണ് വെള്ളം ഒഴുക്കിയത്. ഇതോടെ മെയിൻ കനാൽ വഴിയും അനുബന്ധ കനാലുകൾ വഴിയും വെള്ളമെത്തും. 1.5 പതിറ്റാണ്ടിന് ശേഷം പഴശ്ശി പദ്ധതിയുടെ കനാലിലൂടെ കൃഷി ആവശ്യത്തിന് വെള്ളം തുറന്നുവിടാൻ കഴിഞ്ഞത് കനാലുകൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകുകയാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പഴശ്ശി ഡാമിലെ ഹെഡ് റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തിയാണ് കനാൽ വഴി ജലം ഒഴുക്കിയത്. ജലസേചന വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇൻചാർജ് പി മുരളീഷ് കനാൽ ഷട്ടർ തുറക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണിക്കൂറിൽ 2 കിലോമീറ്റർ എന്ന തോതിൽ ഒഴുകിയ വെള്ളം വൈകുന്നേരം 6 മണിയോടെ 13 കിലോമീറ്റർ പിന്നിട്ടു. റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സന്തോഷും ചടങ്ങിൽ സംബന്ധിച്ചു. പഴശ്ശി പദ്ധതിയുടെ നവീകരിച്ച കനാൽ ശൃംഖലകളിലൂടെയുള്ള മെയിൻ കനാൽ 42.5 കിലോമീറ്റർ പറശ്ശിനിക്കടവ് നീർപ്പാലം വരെയും മാഹി ബ്രാഞ്ച് കനാൽ 23.34 കിലോമീറ്റർ എലാങ്കോട് വരെയും വെള്ളമെത്തും. കൂടാതെ കൈക്കനാലുകളായ മാമ്പ, കാവുംതാഴെ, മണിയൂർ, തരിയേരി, തണ്ടപ്പുറം, വേശാല, നണിയൂർ, വേങ്ങാട്, കുറുമ്പക്കൽ, മാങ്ങാട്ടിടം, വള്ളിയായി, പാട്യം, മൊകേരി എന്നിവയിലൂടെയും അനുബന്ധ ഫീൽഡ് പോത്തികളിലൂടെയും ജലവിതരണം നടത്താനാണ് ജലസേചന വകുപ്പ് ലക്ഷ്യമിടുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുശീല ദേവി, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ PV മഞ്ജുള, K വിജുല, K രാഘവൻ, MP ശ്രീപത്, TN അരുൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ വെള്ളമൊഴുക്ക് നിരീക്ഷിച്ചു വരുന്നു. 15 വർഷങ്ങൾക്ക് ശേഷമാണ് പദ്ധതിയുടെ മെയിൻ കനാൽ വഴി ജനുവരി ആദ്യവാരം തന്നെ കൃഷി ആവശ്യത്തിന് വെള്ളം നൽകാൻ കഴിയുന്നത്. കഴിഞ്ഞ 3 വർഷവും പരീക്ഷണാടിസ്ഥാനത്തിൽ കനാൽ വഴി വെള്ളം ഒഴുക്കിയിരുന്നുവെങ്കിലും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ മാത്രമായിരുന്നു. ജനുവരിയിൽ തന്നെ പൂർണ്ണതോതിൽ വെള്ളമൊഴുക്കാൻ കഴിയുന്നത് രണ്ടാം വിള ഇറക്കുന്ന കർഷകർക്കും ആശ്വാസകരമാകും. കൂടാതെ കനാൽ പ്രദേശങ്ങളിലെ കിണറുകളിലെ നീരുറവുകളെയും ഇത് സ്വാധീനിക്കും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.